ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കാണ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ട് തന്നെയാണ്. ഒരു 30 പാഷൻ ഫ്രൂട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലെ പൾപ്പും സീഡൊന്ന് വേറെ വേറെ ആക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പാഷൻ ഫ്രൂട്ട് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയാം. നല്ല വിറ്റാമിൻ സി ഉള്ളത് കാരണം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് പാഷൻ ഫ്രൂട്ട്. ഇപ്പോൾ വിറ്റാമിൻ എ ഉണ്ട്, ഫൈബർ റിച്ച് ആണ്. അപ്പോൾ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും, ഗസ്റ്റിന് മാത്രമല്ല നമുക്ക് വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്ക്വാഷാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ഫോർക്ക് വെച്ചിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ അത് കാരണം അതിന് വെള്ളപ്പെടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വെള്ളപ്പെട്ടാൽ പിന്നെ അത് എടുത്ത് കളയാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സീഡും അതിൻ്റെ ആ പൾപ്പും കൂടിയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും പൾപ്പാണ് അതിന് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു മിക്സറ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി ഇതിലേക്കൊരു 3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്ന് കപ്പ് പഞ്ചസാരക്ക് നമ്മൾ 3 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 3 കപ്പ് പഞ്ചസാരക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ചധികം പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. നമ്മൾ പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം കുറച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ജസ്റ്റ് ഒന്ന് വറ്റി വരണം. ഈ സമയം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതൊന്ന് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് ഓഫ് ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ആ നീര് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് അരച്ച് വെച്ചിരുന്ന പൾപ്പും സീഡും കൂടിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്വാഷ്. നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. നമ്മൾ ആ പൾപ്പിലേക്ക് നല്ല മധുരമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കാരണം നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത്രയും നല്ല ടേസ്റ്റാണ്. മറ്റേ അതിൻ്റെ സീഡൊക്കെ ജസ്റ്റ് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. സീഡ് വേണ്ടാത്തവർക്ക് അതൊന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് അതൊന്നും കരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ പൾപ്പ് മാത്രം യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ സീഡൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സീഡിന് പകരം അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കസ്കസ് കുതിർത്തിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. രണ്ടും സെയിം ടേസ്റ്റൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ സീഡായിരിക്കും ഒന്നും കൂടി ബെനിഫിറ്റ് കൂടുതൽ. കാരണം അതിനുള്ള അതിനുള്ള നല്ല കണ്ടൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും.
നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്